സോ വാട്സ്ആപ്പ് ഗൈസ്, അപ്പോൾ നമ്മൾ എന്താണെന്ന് ഇറങ്ങിയാണല്ലോ, ഞാനും ആദിലിനെയും ചുമ്മാ കഫ്റ്റീരിയയിലേക്ക് ഇറങ്ങി എന്നൊരു ചായ കുടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നോക്കുമ്പോൾ എന്താ അവിടെ കുറേ ജൂനിയർ ഗേൾസ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആദിലിനെയും എനിക്ക് സജസ്റ്റ് ചെയ്തു. അങ്ങനെയാണ് അവരുടെ എന്താ പറയുക, അവരുടെ എക്സ്പീരിയൻസ് ഒക്കെ അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനും ആദിലിനെയും പോയിട്ട് അവരുടെ എക്സ്പീരിയൻസ് ഒക്കെ ചോദിച്ചു. ഞങ്ങൾ ഇങ്ങനെ എക്സ്പീരിയൻസ് ഒക്കെ ഞങ്ങൾ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. ബൈ ബൈ. സോ വാട്സ്ആപ്പ് ഗായ്സ്, അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ MBBS മെഡിക്കൽ കോളേജിൻ്റെ കഫ്റ്റീരിയയിലാണ്. എൻ്റെ കൂടെ ഇപ്പോൾ ഉള്ളത് ആദിൽ നഹീമും പിന്നെ കുറച്ച് നഴ്സിംഗ് സ്റ്റുഡൻസും ആണ്. എല്ലാവരും ഒരു ഹായ് പറഞ്ഞേ. സോ ഗായ്സ്, അപ്പോൾ നമ്മൾ കഫ്റ്റീരിയയിലേക്ക് വന്നപ്പോൾ കുറച്ച് നഴ്സിംഗ് സ്റ്റുഡൻസ് തന്നെ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവരൊക്കെ ഇപ്പോൾ ഫസ്റ്റ് ഇയറിൽ കയറിയിട്ടുള്ളൂ. അതായത് ഇപ്പോൾ ഒരു ആഴ്ച എങ്ങാണ്ടായി ഇവരെ എന്താ പറയുക കോളേജിലേക്ക് വന്നിട്ട്. അപ്പം നിന്റെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു ഇവിടെ വന്നിട്ട്? ആദ്യം നല്ല ടെൻഷനായിരുന്നു. അപ്പോൾ ഇന്നത്തെ മെൻ്റൽ ഹെൽത്തിൻ്റെ ഒരു പ്രോഗ്രാം കഴിഞ്ഞപ്പോൾ ഓക്കെ. എന്തൊക്കെയുണ്ടായിരുന്നു പരിപാടിക്കാണെങ്കിൽ നമുക്ക് കുറേ ആക്ടിവിറ്റീസ് ആയിരുന്നു, സ്ട്രെസ് റിലീഫിനായിട്ടുള്ള അങ്ങനത്തെ ആക്ടിവിറ്റീസ് വെച്ചിട്ട് അവർ നമുക്ക് ആ ഒരു കോൺസെപ്റ്റ് വർക്ക്ഔട്ട് ചെയ്തു. സീനിയേഴ്സിനെയൊക്കെ പറ്റി എന്താ അഭിപ്രായം? സീനിയേഴ്സ് എല്ലാം നല്ല സീനിയേഴ്സ്, നല്ല ഫ്രണ്ട്ലിയാണ് എല്ലാം. അവരാണ് എനിക്ക് പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്ത് നടത്തിയത്. പിന്നെ കോളേജിൽ നിന്ന് അത്ര വിചാരിച്ച പോലെ സ്ട്രിക്റ്റ് ഒന്നുമല്ല, നന്നായിട്ട് പഠിപ്പിക്കും. വാട്ട് അബൌട്ട് റാഗിങ്? റാഗിങ് ഇഷ്യൂസ് ഒന്നും ഇല്ല. സീനിയേഴ്സ് ഒക്കെ ഭയങ്കര ഫ്രണ്ട്ലി ആണ്, അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും ഇല്ല. കൂട്ടുകാരെ പറ്റി എന്താ അഭിപ്രായം? എല്ലാം സെറ്റാണ്. ഇത്രയും ദിവസം ഞങ്ങൾക്ക് ഈ പ്രോഗ്രാം അങ്ങനെ അധികമൊന്നും ഇല്ലായിരുന്നു. എല്ലാവരും ആയിട്ട് കമ്പനി ഒന്നും അല്ലായിരുന്നു. അപ്പോൾ ഇന്നൊരു പ്രോഗ്രാം മതി, അത്യാവശ്യം വീട്ടിൽ നിന്ന് മാറി നിൽക്കുമല്ലോ എന്തായാലും നമ്മൾ കോളേജിലേക്കൊക്കെ വരുമ്പോൾ. അപ്പോൾ ആദ്യമൊക്കെ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ഞാനിതിന് മുന്നാണ് മാറി നോക്കിയത്, അതുമല്ല പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഇങ്ങോട്ട് വന്നപ്പം നമ്മൾ പോകാൻ പഠിക്കാണ്ട് ഭയങ്കര ടെൻഷനായിരുന്നു. പിന്നെ എക്സാംസ് അതിൻ്റെ ഒരു ഭയങ്കര സ്ട്രെസ് ചെയ്തു. എനിക്ക് 4 എക്സാം ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഭയങ്കര പക്ഷെ ഇന്ന് മെൻ്റൽ ഹെൽത്തിൻ്റെ ക്ലാസ് എടുക്കുമ്പോൾ ഞങ്ങൾ ഭയങ്കര സ്ട്രെസ് ഫ്രീ ആയി. പിന്നെ കുറേ പ്രോഗ്രാംസ്, ഡാൻസ്, പാട്ട്, അങ്ങനെ കുറേ പ്രോഗ്രാംസ് അടിപൊളിയായിരുന്നു. ഇന്നിപ്പോൾ ഭയങ്കര സ്ട്രെസ് ഫ്രീ ആയി. അപ്പോൾ സത്യം പറയുകയാണെങ്കിൽ എല്ലാവർക്കും കോളേജ് ശരിക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പം ഒന്നും കിട്ടിയിട്ടില്ല. ഇന്നത്തെ ഒരു പരിപാടി കൊണ്ട് അടിപൊളി. ഇനി ഉണ്ടാവും അവർ പറഞ്ഞു. ഇനി വരാൻ കിടക്കുന്നല്ലേ ഉള്ളൂ ഫ്രഷേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട്. നിങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ MBBS പിള്ളേർ എല്ലാവർക്കും കോളേജ് ഇഷ്ടപ്പെട്ടു എന്നൊക്കെയാണ് പറയുന്നത്. അപ്പം നൈസ് മീറ്റിംഗ് യു ഗൈസ്. എല്ലാവർക്കും ബൈ, ടാറ്റാ, താങ്ക് യു കേട്ടോ. സോ വാട്സ്ആപ്പ് ഗൈസ്, അപ്പം ഞങ്ങൾ നഴ്സിംഗ് സ്റ്റുഡൻസിനെയൊക്കെ പരിചയപ്പെടുത്താൻ ഞങ്ങളിവിടെ വന്നിട്ട് ടീ ടൈമിൽ വന്നിട്ട് ചായ കുടിക്കുകയാണ്. സോ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ആക്കുക. ബൈ ബൈ.